ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നൊരു സുപ്രധാന പരിപാടിയായിരുന്നു അയ്യപ്പ സംഗമം അട്ടിമറിക്കുന്നതിനായി രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയ്യപ്പ സംഗമം പൊളിക്കാനും ദേവസ്വം ബോർഡിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനും വേണ്ടി സ്വർണ്ണപ്പാളിയുടെയും പീഠത്തിന്റെയും പേരിൽ കള്ളപ്രചാരണം അടിച്ചുവിട്ടത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഒരു ബംഗളൂരു വ്യവസായിയും ചേർന്നാണെന്നാണ് കണ്ടെത്തൽ. ശബരിമലയിലെ വിവിധ രൂപങ്ങൾ വെച്ച് കച്ചവടം നടത്തുന്ന ഒരു ബംഗളൂരു വ്യവസായിയാണ് ഈ ഗൂഢാലോചനയുടെ പ്രധാന സൂത്രധാരൻ. തന്റെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ദേവസ്വം ബോർഡിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇയാൾ തയ്യാറാവുകയായിരുന്നു. ഈ വ്യവസായിയുടെ താല്പര്യമാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിനായി ആയുധമാക്കിയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയ്യപ്പ സംഗമം നടക്കാൻ വെറും 2 നാൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ നാടകീയമായ വെളിപ്പെടുത്തൽ ഒരു വാർത്താ ചാനൽ വഴി പുറത്തു വന്നത്. സ്പോൺസറായ ഈ ബംഗളൂരു വ്യവസായി നൽകിയ അഭിമുഖമായിരുന്നു അത്. സ്വർണ്ണ പാളികൾക്കൊപ്പം കൊടുത്തുവിട്ടിരുന്ന സ്വർണ്ണ പീഠങ്ങൾ കാണാനില്ല എന്നതായിരുന്നു ഇയാളുടെ പ്രധാന ആരോപണം. ഈ കള്ള വെളിപ്പെടുത്തലിന്റെ പ്രാഥമിക ലക്ഷ്യം സ്വർണം കാണാതായതിന്റെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നിർത്തുക എന്നതായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം ഈ ആരോപണം ഏറ്റെടുത്തത്. എന്നാൽ ഈ ഗൂഢാലോചനയുടെ ദുരൂഹത പുറത്തുവരാൻ അധികം സമയം വേണ്ടി വന്നില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ പീഠം കാണാതായതിൽ തനിക്ക് പരാതിയില്ല എന്ന് സ്പോൺസർ തന്നെ തുറന്നു പറഞ്ഞതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു.